ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോളത്തണ്ട് ചീഞ്ഞത് വന്നതുകൊണ്ട് അത് കൊടുത്തിട്ട് പശുക്കൾക്കുണ്ടായ ദഹനക്കേടും വയറിളക്കത്തെ പറ്റിയും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം സ്വതവേ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്ന അവസരങ്ങളിലും അല്ലാതെയും നമ്മൾ കച്ചി തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തി ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഇന്ന് ഷാഫ് കട്ടർ ഉപയോഗിച്ച് കച്ചി കട്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കച്ചി വെറുതെ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ തിന്നും, കുറേയൊക്കെ അവർ വേസ്റ്റാക്കി കളയലാണ് പതിവ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു തരി പോലും വേസ്റ്റാക്കാതെ അവർ പരമാവധി ഫുള്ള് തന്നെ തീർത്തും തിന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പൊതുവേ ഇത്തരത്തിലാണ് കച്ചി കൊടുക്കാറ്. അപ്പോൾ ഷാഫ് കട്ടറിൽ അരിഞ്ഞ് വരുമ്പം ഈ ഒരു അളവിലാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് കേട്ടോ. അപ്പം ചോളത്തണ്ടിൻ്റെ കൂടെയോ പുല്ലിൻ്റെ കൂടെയോ വെറുതെ ഇട്ട് കൊടുത്താൽ പോലും അതൊട്ടും വേസ്റ്റ് ആക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ ഷാഫ് കട്ടറിൽ കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തന്നെ കച്ചി ഷാഫ് കട്ടറിലൂടെ കടത്തി വിട്ടിട്ട് അടിക്കുമ്പം കണ്ടമാനം പൊടിയാകാറുണ്ട്. അപ്പോൾ ഡെയിലി ഞങ്ങളിങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ 3-4 റോൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ റോളായിട്ടാണ് അവൈലബിൾ ആകുന്നത് ഇപ്പോൾ കച്ചി പൊതുവേ. അപ്പോൾ ഇതുപോലെ അടിച്ച് ചാക്കുകളിലാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചോളത്തണ്ടിൻ്റെ കൂടെയും സൈലേജിൻ്റെ കൂടെയൊക്കെ നമ്മളത് കൂട്ടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റോളുകളായിട്ടാണ് ഇപ്പോൾ ഇത് പൊതുവേ ഇവിടെ നമുക്ക് കച്ചി ലഭ്യമാകുന്നത്. അപ്പോൾ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ നമ്മളത് ബൾക്കായിട്ട് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നീട് സ്റ്റോക്ക് തീരുന്ന അവസരങ്ങളിൽ നമുക്കിവിടെ സൊസൈറ്റിക്ക് തന്നെ വൈക്കോൽ സംഭരണ യൂണിറ്റ് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് റോളുകൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിൽ ഷാഫ് കട്ടറിലൂടെ അടിച്ച് നമ്മൾ 3-4 ദിവസത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഷാഫ് കട്ടറിലൂടെ കടത്തി വിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് തുടരെ കടത്തി വിടാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് അത് കൃത്യമായിട്ട് ആ ഒരു ചെറിയ അളവിൽ കട്ട് ചെയ്ത് വരിക. പിന്നീട് അതുപോലെ തന്നെ മുറിച്ച് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചാക്കുകളിലാക്കിയിട്ട് നമ്മൾ നനവും ഒന്നുമില്ലാത്ത നല്ല ചാക്കിൽ പൂപ്പലോ അങ്ങനത്തെ കാലിത്തീറ്റൻ്റെ അംശം ഇരുന്നിട്ട് പൂപ്പലൊന്നും ഇല്ലാത്ത നല്ലൊരു ചാക്ക് നോക്കിയിട്ട് ഇതുപോലെ പരമാവധി കുത്തി നിറച്ച് സ്റ്റോക്കാക്കി വെക്കുകയാണ് ചെയ്യാറ്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഡെയിലി ഓരോ നേരവും തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ചാക്കുകളിലാക്കി വെച്ചേക്കുന്നതിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ചാക്കുകളിലാക്കി വെക്കുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. ആവശ്യത്തിനുള്ളത് അതാത് സമയം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഈ പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് ഇത് എല്ലാ തവണയും അടിക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും കച്ചി ഒറ്റയ്ക്ക് അടിക്കുമ്പം. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിറച്ചതിന് ശേഷം കാറ്റും നനവും ഒന്നും കയറാത്ത രീതിയിൽ കയർ ഉപയോഗിച്ചിട്ട് പിന്നീട് അത് നല്ല രീതിയിൽ ടൈറ്റാക്കി കെട്ടി നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ഇത് പൊതുവേ ഒരു 4-5 ദിവസത്തേക്കുള്ളതാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഇതുവരെ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എപ്പോഴും കച്ചി നമുക്ക് ലഭ്യമാകുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത്തരത്തിൽ ഒത്തിരി ദിവസത്തേക്കുള്ളതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇതുപോലെ ചാക്കുകളിലാക്കി എടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതുപോലെ കച്ചി കൊടുക്കുമ്പം ദഹനക്കേട്, വയറ് ലൂസായി പോവുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നത് കാണാറുണ്ട് കേട്ടോ. കച്ചി പൊതുവേ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കച്ചി കൊടുത്താൽ പാല് കുറയുന്നൊക്കെ. പക്ഷേ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇതുവരെ നമുക്കങ്ങനെ പാല് കുറഞ്ഞ് കണ്ടിട്ടില്ല. പൊതുവേ ഞങ്ങൾ ചോളത്തണ്ടിൻ്റെ കൂടെയും പുല്ലിൻ്റെ കൂടെയൊക്കെ കച്ചി മിക്സ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി ഏതൊരു തീറ്റയാണെങ്കിലും കൃത്യമായി എല്ലാ ദിവസങ്ങളിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പാല് ഒരേ അളവിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. നമ്മളിപ്പോൾ കാലിത്തീറ്റ മാറ്റുമ്പോൾ പാല് കുറയുമെന്ന് പറയുന്നത് പോലെ തന്നെ പുല്ലായാലും ചോളത്തണ്ടായാലും കച്ചി ആയാലും ഇടയ്ക്ക് പിന്നീട് ഇതേപോലെ തീറ്റ സാഹചര്യത്തിൽ സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യാനുസരണം അളവെടുത്തിട്ട് ഇതുപോലെ എല്ലാ തീറ്റയും മിക്സ് ആക്കിയിട്ടാണ് പിന്നീട് പശുക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിടയ്ക്ക് കയറി കാണുന്നതിന് വേണ്ടിയിട്ടും
സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും കാണാൻ സാധിക്കുന്നതാണ്.